അയ്യോ ചോട്ടാ ബി എന്താടാ മാമല്ലേ എപ്പോഴും പറയാ പ്രേതൊക്കെ വെറുതെയാന്ന്. അതെ പ്രേതമില്ല, അതൊക്കെ ചുമ്മാ പറയണടാ. ഓ അപ്പൊ ഇതെന്താന്നറിയോ? അത് വാച്ച് അല്ല, ഇത് പ്രേതാണ്. പിന്നെ ഒന്ന് പോയടാ പ്രേതം. പണ്ടില്ല എന്റെ ഫ്രണ്ടിന്റെ മുത്തച്ഛൻ ഒരു യക്ഷിനെ ഇലടച്ചിട്ടുണ്ട്. യക്ഷി മുത്തച്ഛനെ വിട്ടു പോയില്ല. മോന്റെ ചോര കുടിച്ചാലേ യക്ഷി തിരിച്ചു പോവുള്ളൂ എന്ന് പറഞ്ഞു. മുത്തച്ഛന് അത് ഇഷ്ടായില്ല. അപ്പൊ തന്നെ യക്ഷിയെ വാച്ചിൽ കയറ്റി. പ്രേതം അങ്ങനെ പിള്ളേർ പറയുന്നത് വിശ്വസിക്കാനേ ഈ മാമനെ കിട്ടില്ല. അയ്യേ, മാമന് പേടിയാണ്. ഇവൻ എടാ ഒരു പ്രേതത്തിന് എനിക്ക് പേടില്ല. നീ ആ വാച്ച് തന്നെ ഞാൻ 2 ദിവസം കിട്ടിട്ട് തരാം പോരെ. അതാ പിടിച്ചു. എന്താടാ പ്രേതം അറബിയാണോ? ഞാൻ കെട്ടിട്ടേ പ്രേതം വരുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. വന്നില്ലെങ്കിലേ നിന്നൊക്കെ ഞാൻ കാണിച്ചരാടാ. നിന്റെ ഒക്കെ അഹങ്കാരം ഞാൻ തീർന്നു. ഈ വാച്ച് ഞാൻ കിട്ടിയതാണോ? പിന്നെ ഞാൻ അവിടെ വന്നു. ഇനി നിന്നെ ഞാൻ വിടില്ല. നീ ആയിരുന്നല്ലേ? എടാ നീ വല്ല ശബ്ദം കേട്ടായിരുന്നോ? ഞാൻ റീൽ കാണാറുണ്ടാ, ചെലപ്പോ അതിന്റെ സൗണ്ട് ആവും. ഓ അതാണല്ലേ. നീ വന്നോ? എന്ത് പറ്റി മാമ? പ്രേതത്തിനാണ്ട് പേടിച്ചാ? കൊറച്ച് പേടിച്ചു. അയ്യേ, അതില്ലേ ഈ വാച്ച്. നിർത്ത്, ബാക്കി ഞാൻ പറയാം. ഈ വാച്ചില് പ്രേതല്ലാന്നല്ലേ? ഇല്ല, ഇങ്ങനെ മനസ്സിലായി. എനിക്കറിയാം. ഞാനേ ഇവിടെ കുറച്ചു നേരത്തെ ഇരിക്കുമ്പോഴേ എനിക്കൊരു മെസ്സേജ് വന്നു. ഈ പിങ്കി മോളുടെ ഒരു കാര്യം ഇതാരാ മെസ്സേജ്? ഇത്ര അധികം ഓഫറുകളാ. ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണോ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകാർക്ക് ഭ്രാന്തായതാണോ? ഇത്രയും വില കുറവില്ല. എന്തായാലും വാങ്ങിയേക്കാം. ദേ ഈ വാച്ച്. ഓഹോ, അവൻ ഇതിന്ന് വാങ്ങിയതാണല്ലേ. ശരിയാക്കി തരാടാ. ആരോ സ്ട്രെൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നിനക്ക് 2 വാച്ച് ഓഫർ കിട്ടിയപ്പോ അതിലൊരു വാച്ച് നീ കൊടുത്ത് മറ്റേ വാച്ചിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ എനിക്ക് തന്നല്ലടാ നീ. അതെടാ, ഈ ഷർട്ട് ഞാൻ അതിൽ തന്നെ വാങ്ങിയതാ. 249 ടീഷർട്ടൊക്കെ കിട്ടി കഴിഞ്ഞ പിന്നെ വാങ്ങണ്ടാ. ഓ, എന്നിട്ട് അതിൽ നിന്ന് വാങ്ങിയ ഈ വാച്ചിൽ പ്രേതാന്നും പറഞ്ഞ അവൻ ഇറങ്ങിയേക്ക. പിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ